ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് 50 പൈസയുടെ റീഫില്ലർ എടുത്ത്, എനിക്കിതിപ്പോഴും കണ്ണ് കാണാതെ ഞാൻ കണ്ണടച്ച് പറയുന്നത് നിങ്ങളോട്. ആ റീഫില്ലർ എടുത്ത് ലക്ഷ്മി ചേച്ചി എനിക്ക് ആദ്യമായിട്ട് എഴുതുന്ന വാക്ക് കടൽ എന്നാണ്. 2 ലൈംഗിക തൊഴിലാളികൾ തുടങ്ങി വെച്ച ഭാഷയിൽ നിന്നാണ് ഇന്ന് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അവർ 2 പേരും സെക്സ് വർക്കേഴ്സ് എന്ന് ഇന്ന് നമ്മളൊരു മിനുസത്തിൽ വിളിക്കുന്ന, അന്ന് മറ്റൊരു പദം ഉപയോഗിച്ച് വിളിച്ചിരുന്ന സ്ത്രീകളാണ്. ജീവിക്കാൻ വേണ്ടി ഉടൽ വിൽക്കേണ്ടി വരുന്ന മനുഷ്യർ അത് ഇപ്പോഴും ഉണ്ട് സമൂഹത്തിൽ. പക്ഷെ അതിലൊരു സ്വഭാവ രീതിയൊക്കെ മാറിയിട്ടുണ്ടാവാം. അന്ന് അത് അങ്ങനെയല്ല. അവരെ പ്രതിഫലം എന്ന് പറയുന്നത് 30 രൂപ, 20 രൂപ, 50 രൂപയൊക്കെയാണ്. എനിക്കൊരു ദിവസം പണിയെടുത്ത് 10 രൂപ കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ ഒരു അവസ്ഥ. പക്ഷെ അതുപോലും മുഴുവൻ കൊടുക്കാത്ത മനുഷ്യരാണ്. അപ്പോൾ ഈ ഹോട്ടൽ പണിയെടുത്താൽ എനിക്ക് കിട്ടുന്ന 10 രൂപയും കൊണ്ട് ഞാൻ ആദ്യം ഓടിയിരുന്നത് സിനിമാ തിയേറ്ററുകൾക്കാണ്. അപ്പോൾ ഈ സിനിമാ തിയേറ്റർ ബേസ് ചെയ്തിട്ടാണ് ലക്ഷ്മി ചേച്ചിയും ഷൈനാത്തിയും. അതൊരു ഒറിജിനൽ പേരല്ല. അതിൽ ലക്ഷ്മി ചേച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ KLF-ൽ അവരെൻ്റെ സെഷൻ കേൾക്കാൻ വന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒറിജിനൽ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ലക്ഷ്മി ചേച്ചിയും ഷൈനാത്തിയും തിയേറ്റർ പരിസരത്ത് ഇങ്ങനെ അവരുടേതായ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി, മിക്കവാറും അപ്സര തിയേറ്ററിൻ്റെ ഒക്കെ ഇടനായിക എന്ന് പറഞ്ഞിട്ട് വളരെ പണ്ട് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. ഒരുപാട് അകലെയുള്ള ഇടുങ്ങിയ ഇടനായിക, അവിടെ വെച്ചൊക്കെയാണ് ഈ കർമ്മങ്ങൾ നടക്കുക. അന്നത്തെ കാലം അതാണ്. ഈ ചെയ്യുന്ന ഇഷ്ടത്തോടെ അല്ല, മക്കൾക്ക് അന്നം വാങ്ങിക്കൊടുക്കാൻ, അവരെ മക്കൾക്ക്. അതുമാത്രമല്ല, ആ കിട്ടുന്ന കാശ് കൊണ്ട് അന്നത്തെ കാലത്ത് ഒരുപാട് മാനസിക രോഗികൾ കോഴിക്കോടൊക്കെ അലഞ്ഞു നടക്കും. ഇന്നത്തെ പോലെ അവർക്ക് ഷെൽട്ടറില്ല, കുഷ്ഠരോഗികളുണ്ട്. ഇവർക്കൊക്കെ ഇവർ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന ആദ്യത്തെ ദൈവങ്ങൾ ഇവരാണ്. ആ ഫസ്റ്റ് ദൈവങ്ങൾ ഞാൻ ദൈവം എന്ന് ഭൂമിയിൽ കാണുന്നത് ലക്ഷ്മി ചേച്ചി, ഷൈനാത്ത. അതിലും വലിയ ദൈവങ്ങളൊന്നും ഭൂമിയിൽ കണ്ടിട്ടില്ല. ഇനി ആകാശത്തുണ്ടോ എന്ന് എനിക്ക് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയില്ല. അപ്പോൾ അവരൊരിക്കൽ എന്നോട് ചോദിച്ചു, അബ്ബാസ് വായിക്കുന്നുണ്ട്? മംഗള മനോരമൊക്കെ ചേച്ചി ഞാനും വായിക്കും. അബ്ബാസിന് എഴുതാൻ അറിയില്ല ചോദിച്ചു. ഞാൻ ഇല്ല ചേച്ചിയാർ. ഞാൻ പഠിപ്പിച്ചു തരാമെന്നാണ്. അങ്ങനെ രാത്രി ഒരു സെക്കൻഡ് ഷോയുടെയൊക്കെ സമയം കഴിഞ്ഞാൽ അവർ കടപ്പുറത്ത് കോഴിക്കോട് എത്തും. ഇപ്പോഴത്തെ കടൽപ്പാലം തൂണ് മാത്രമേ ഉള്ളൂ, അന്നതിന് പാലുണ്ട്. അപ്പോൾ അവിടെ വഞ്ചികൾ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടാവും. അവിടെ നിലത്ത് കിടക്കുന്ന സിഗരറ്റ് കൂട് മലർത്തി വെച്ചിട്ട് ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് 50 പൈസയുടെ റീഫില്ലർ എടുത്ത്, എനിക്കിതിപ്പോഴും കണ്ണ് കാണാതെ ഞാൻ കണ്ണടച്ച് പറയുന്നത് നിങ്ങളോട്. ആ റീഫില്ലർ എടുത്ത് ലക്ഷ്മി ചേച്ചി എനിക്ക് ആദ്യമായിട്ട് എഴുതുന്ന വാക്ക് കടൽ എന്നാണ്. കാരണം അവരെ സംബന്ധിച്ച ഒരു ടീച്ചറൊന്നുമല്ല, മുമ്പിൽ കടലാണ്, അർത്ഥരമ്പണം കടൽ. അവരുടെ ജീവിതം അതിലും വലിയ കടലാണ്. ആ കടൽ ഞാനെന്ന കുട്ടി ഈ വരയ്ക്കും പോലെ തന്നെ വരച്ച് എഴുതി. അതിന് ചോടെ ഷൈനാത്ത എനിക്ക് ആകാശം നെയ്ത്ത് തന്നു. പിന്നെ അവർ പഠിപ്പിച്ചാണ് തിരമാല, കടൽ, ഉപ്പ്. കടലിനോട് ബന്ധപ്പെട്ടവരെന്നെ പഠിപ്പിച്ചു. മീൻകാരൻ, തോണി, വഞ്ചി, കപ്പൽ, അങ്ങനെ ഓരോ വാക്ക് അവർ എനിക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ അവർ തുടങ്ങി വെച്ചതാണ് എൻ്റെ ഭാഷ. 2 ലൈംഗിക തൊഴിലാളികൾ തുടങ്ങി വെച്ച ഭാഷയിൽ നിന്നാണ് ഇന്ന് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്.